ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 33. മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അശുദ്ധിയെ അനുകരിച്ച് അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. അവൻ തൻ്റെ പിതാവായ ഹെസക്കിയ ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങൾ തീർത്തു. പ്രതിഷ്ഠകളും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് ആരാധിച്ചു. യെരൂശലേമിൽ എൻ്റെ നാമം ഇരിക്കുമെന്ന് ദൈവം അരുളി ചെയ്ത ദേവാലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. ദൈവാലയത്തിൻ്റെ പ്രാകാരം 2-ലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. അവൻ തൻ്റെ പുത്രനെ ബെൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരവും ക്ഷുത്രവും പ്രയോഗിച്ചു. ദർശകന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. ദൈവത്തിന് അനിഷ്ടമായവ പലതും ചെയ്തു അവനെ പ്രകോപിപ്പിച്ചു. താനുണ്ടാക്കിയ 4 മുഖമുള്ള വിഗ്രഹ പ്രതിമ അവൻ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെ കുറിച്ചോ, ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എൻ്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്നും ഞാൻ മോശെ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ച സകല ന്യായപ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്ത് നിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളയുകയില്ല എന്നും ദൈവം ദാവീദിനോടും അവൻ്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു. ദൈവം ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചത ജാതികൾ ചെയ്തതിലും അധികം തിന്മ ചെയ്യുവാൻ തക്കവണ്ണം മനശ്ശ യഹൂദയെയും യെരൂശലേം നിവാസികളെയും തെറ്റിച്ചു. ദൈവം മനശ്ശയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ ദൈവം അശ്ശൂർ രാജാവിൻ്റെ സേനാധിപന്മാരെ അവരുടെ നേരെ വരുത്തി. അവൻ മനശ്ശയെ ജീവനോടെ പിടിച്ചു ചങ്ങലയിട്ടു ബാബേലിലേക്ക് കൊണ്ടുപോയി. ദുരിതത്തിൽ പെട്ടപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജത്വത്തിലേക്ക് തിരികെ വരുത്തി. കർത്താവ് തന്നെ ദൈവം എന്ന മനശ്ശയ്ക്ക് ബോധ്യമായി. പിന്നീട് അവൻ ഗീഹോന് പടിഞ്ഞാറ് താഴ്വരയിൽ മിൻവാതിലിൻ്റെ പ്രവേശനം വരെ ദാവീദിൻ്റെ നഗരത്തിന് ഒരു പുറംകോട്ട പണിതു. അവനത് ഓഫേലിനു ചുറ്റും വളരെ ഉയർത്തി പണിയുകയും യഹൂദയിലെ സുശക്ത പട്ടണങ്ങളിൽ സേനാധിപന്മാരെ പാർപ്പിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അന്യദൈവങ്ങളെയും വിഗ്രഹത്തെയും ദൈവാലയം നിൽക്കുന്ന പർവ്വതത്തിനും യെരൂശലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ യാഗപീഠം നന്നാക്കി അതിന്മേൽ സമാധാന യാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു. ദൈവമായ കർത്താവിനല്ലാതെ മറ്റു ബലികൾ കഴിക്കരുത് എന്ന് കൽപ്പിച്ചു. മോശെയുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ തൻ്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സംസാരിച്ച പ്രവാചകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
അവൻ്റെ പ്രാർത്ഥനയും ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടതും അവൻ സ്വയം താഴ്ത്തിയതിന് മുമ്പേയുള്ള അവൻ്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ഹന്നാൻ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മനശ്ശ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ അവൻ്റെ അരമനയിലാണ് സംസ്കരിച്ചത്. അവൻ്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തൻ്റെ പിതാവായ മനശ്ശ ചെയ്തതുപോലെ ദൈവത്തിന് വെറുപ്പായത് ചെയ്തു. തൻ്റെ പിതാവായ മനശ്ശ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ചു, അവയെ സേവിച്ചു. തൻ്റെ പിതാവായ മനശ്ശ തന്നെ താൻ ദൈവം മുമ്പാകെ താഴ്ത്തിയതുപോലെ അവൻ സ്വയം താഴ്ത്തിയില്ല. ആമോൻ മേൽക്കുമേൽ പാപം ചെയ്തു. അവൻ്റെ ഭൃത്യന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി അവനെ അവൻ്റെ അരമനയിൽ വച്ച് കൊന്നു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ കൊന്നുകളഞ്ഞു. ദേശത്തെ ജനം അവൻ്റെ മകനായ യോശിയായെ അവന് പകരം രാജാവാക്കി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ